നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ പ്രവാസി മലയാളികളുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഇവിടെ തുടരുകയാണ്. നമുക്ക് മറ്റൊരു വിശിഷ്ട വ്യക്തിയെ കൂടി അതിഥിയായി ലഭിച്ചിട്ടുണ്ട്. ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ UAE നിന്നെത്തിയ മിസ്റ്റർ ഷജാദ് നാട്ടിക. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഈ 4ാമത് ലോക കേരള സഭയും സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇതിലെല്ലാം പങ്കെടുക്കുമ്പോൾ മിഡിൽ ഈസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. തുടക്കത്തിൽ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തുടങ്ങിയെങ്കിലും ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാരുണ്ട്. എന്ത് വ്യത്യാസങ്ങളാണ് ഈ ലോക കേരള സഭ കൊണ്ട് ഉണ്ടായെന്ന് തോന്നുന്നത്? ലോക കേരള സഭ കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്ത കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾ, ഈ ഒരു ആവശ്യം, ഒരു ലോക കേരള സഭ എന്ന് പറയുന്ന അത് സമ്മേളനം കൂടി ഉടനെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ നടക്കും അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടും എന്ന വിശ്വാസം നമുക്കില്ല. അതിപ്പോൾ ഇതിനെ വിമർശിക്കുന്നവരോടും പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ഏതൊരു കാര്യവും അതിൻ്റെ ഒരു ബാലാരിഷ്ടത ഉണ്ട്, അത് നീങ്ങി വരണം. അപ്പോൾ അത് ഓരോ കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പോൾ പോർട്ടൽ സംവിധാനം അതിപ്പോൾ വരുന്നത്, അതുപോലെ തന്നെ മൈഗ്രേഷൻ സർവേ അതും കഴിഞ്ഞു, ഇപ്പോൾ ഈ ജൂണിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പം നമ്മളുടെ ആവശ്യങ്ങൾ കുറേയാണ്. ഇവിടെ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എമിറേറ്റിലെ ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ, ഞങ്ങൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സംവദിക്കാനും കാര്യങ്ങൾ പറയാനും ഗവൺമെൻറ് എടുത്ത ഈ ഒരു തീരുമാനം ഉണ്ടല്ലോ, അതൊരു ശ്ലാഘനീയം തന്നെയാണ്. അതില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പറയും ദൂർത്താണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയം കഴിയുന്നതും ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ, ഈ പ്രവാസികളുടെ കാര്യത്തിൽ ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പം കുവൈത്ത് ഇൻസിഡന്റ് നമുക്കറിയാം. അത് വന്ന് ആ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഈ ലോക കേരള സഭ നടക്കുന്ന ഒരു സമയത്തുകൊണ്ട് വലിയൊരു ഇടപെടൽ പെട്ടെന്ന് തന്നെ അതിന് നടന്നിട്ടുണ്ട്. മണിക്കൂറുകൾക്കകം. ഇന്നലെ മിഞ്ഞാന്ന് നടന്ന സംഭവത്തിൽ ഇന്ന് ബോഡി ഇപ്പോൾ കൊച്ചിയിലെത്തി. അത്ര 2 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം നടക്കും. അതിപ്പോ ലോക കേരള സഭ കൊണ്ടൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു സംവിധാനം ഉള്ളത് കൊണ്ട്, ഇങ്ങനൊരു സംവിധാനം എല്ലാവരും കൂട്ടായി നിൽക്കുന്നത് കൊണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാനും, ഇത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അതിന് വരുന്ന കോൺസിക്വൻസും അതും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഈ ലോക കേരള സഭ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ലോക കേരള സഭയുടെ സമ്മേളനത്തിന് വന്നപ്പോൾ ആവശ്യപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വീണ്ടും ആവർത്തിച്ച് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ അതൊക്കെ പഠനത്തിലുണ്ട്. അതൊക്കെ വരും. ഇപ്പോൾ കുട്ടികളുടെ സർവകലാശാല, ഞാൻ പറഞ്ഞു ഈ പ്രവാസി സർവകലാശാലയുടെ കാര്യം, നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഇപ്പോഴും ഇവിടെ ഉള്ള കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊന്നും നമ്മളെ മക്കൾക്കൊന്നും അടിച്ചു നിൽക്കാനുള്ള പ്രാപ്തിയില്ലാത്തൊരവസ്ഥയിലാണ്. പഠിക്കാണ്ടല്ല അത്, പക്ഷെ എല്ലാവരും NRI കോട്ടയിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനം വരുമ്പോൾ അവർക്ക് എല്ലാവരും പൈസ മുടക്കി സീറ്റ് വാങ്ങാൻ കഴിയുന്നവരല്ലല്ലോ. അപ്പം അതിന് ഉള്ള ഒരു മാറ്റം UAE സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് സെക്ടർ വലിയൊരു ഘടകമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അവിടെ ഒട്ടനവധി ആളുകളുടെ ജീവൻ പോകുന്നതും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത അവസ്ഥയിലാണ്. ട്രീറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാ സംവിധാനവും അവിടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. UAE ഗവൺമെൻറ് അവർ വളരെ നല്ല രീതിയിൽ കാരുണ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു പരിമിതി ഉണ്ടല്ലോ. ഈ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അവിടെ പ്രമുഖ വ്യവസായികൾക്കും എന്തായാലും സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ളവർക്കല്ലാണ്ട് ഒരു ഹോസ്പിറ്റലൊന്നും അവിടെ തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള മലയാളി വ്യവസായികളായ ഹോസ്പിറ്റലൊക്കെ ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ തന്നെ അവർക്കൊരു ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഏർപ്പെടുത്തണമെങ്കിൽ അവരെ അത്യാവശ്യം ചികിത്സകളൊക്കെ നടന്നു പോകും. ഇപ്പോൾ ഒമൽ ഖയാമിൽ ഇന്ത്യൻ അസോസിയേഷനിൽ വളരെ കാലമായിട്ട് നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എന്തെല്ലാം ചലഞ്ചസ് ആണ്. ഇപ്പം മിഡിൽ ഈസ്റ്റ് തന്നെ പലതായിട്ട് തിരിക്കാമല്ലോ. UAE പല പല മേഖലയായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒമൽ ഖയാമിൽ ഉള്ള മലയാളികൾ എന്തെല്ലാം ചലഞ്ചസ് ആണ് നേരിടുന്നത്? ഉമ്മൽ ഖുവൈനിൽ മലയാളികളുടെ ചലഞ്ചസ് എന്ന് ചോദിച്ചാൽ അവിടെ
ഏറ്റവും കൂടുതൽ ബ്ലൂ കോളർ വർക്കേഴ്സുള്ള സ്ഥലമാണ്. കാരണം വലിയൊരു പുരോഗതി ഇപ്പോഴും അങ്ങോട്ട് കടന്നു വന്നിട്ടില്ല. പക്ഷെ വ്യവസായങ്ങൾ കുറെ വരുന്നുണ്ട്, കുറെ വ്യവസായ സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ പറയാൻ ചിലപ്പം വലിയ ജോലിയായിരിക്കും, പക്ഷെ ചെറിയ ശമ്പളം, ചില അങ്ങനെയുള്ള എമിറേറ്റുകളിലൊക്കെ ചെറിയ ശമ്പളം കൊടുത്താൽ മതി ചിന്തിക്കുന്ന കുറെ എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ അവിടുത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും കാണുന്നൊരു വെല്ലുവിളി, അവർക്ക് യഥാർത്ഥമായിട്ടൊരു ചികിത്സ കിട്ടാനുള്ള ഒരു സംവിധാനം കുറവാണ്. ഈ ചികിത്സ അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും, ഞാനൊരു ഹെൽത്ത് കെയർ വർക്കറാണ്, ഞാൻ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ കണ്ടിട്ടുള്ളത്, അവർക്ക് തോന്നല് ഇവിടെ ഭയങ്കര പൈസ കൊടുക്കണം അല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റില്ല, ചികിത്സിക്കാതിരിക്കും. ഈ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഇത് രണ്ടും, ആക്സിഡന്റ് ഒക്കെ കുറവാണ്, ഇത് രണ്ടും ശരിക്കും വന്ന് 35, 40, 50 വയസ്സിനുള്ളിലുള്ളവർ മരണപ്പെട്ടു പോകുന്നതിൻ്റെ മെയിൻ കാരണം ഒന്ന് സ്ട്രെസ്, രണ്ടാമത്തത് ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സക്ക് ഇവർ പോവാതിരിക്കുകയാണ്, ഇത്രയും പൈസ വരുമെന്ന് കരുതിയിട്ട്. അപ്പം നമ്മളൊക്കെ അവരെ ഉള്ളിൽ ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലുകാർ അവിടെ അഡ്മിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വളരെ സന്മനസ്സുള്ള ആളുകളാണ് ഈ അറബ്സ്. അവർ അതിൻ്റെ ഡയറക്ടർമാരോടെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അവരതൊക്കെ വേവ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഈ വേവ് ചെയ്ത് കിട്ടുമോ എന്നുള്ള അവർക്കൊരു ഉറപ്പില്ലാത്തൊരു അവസ്ഥ വരുമ്പോൾ അത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് ഒരു ചികിത്സക്ക് പോവാം. പ്രൈവറ്റ് പല കമ്പനികളും ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ഇപ്പോഴും, വിസ അടിക്കാനൊക്കെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, അതിനൊന്നും ചികിത്സ ആയിട്ട് ചെറിയൊരു പൈസ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് വരുന്നില്ല. അത് വിസയ്ക്ക് വേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ കാണുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ആളുകളുടെ ഹെൽത്ത് സംബന്ധമായ ഒരു വിഷയം, വലിയ വെല്ലുവിളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നീക്കാൻ. ഇപ്പൊ താങ്കളിപ്പോ ഇന്ത്യൻ അസോസിയേഷന്റെ ഒക്കെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ മെയിൻലി ആൾക്കാർക്ക്, വിദേശത്തുള്ളവർക്ക് പൊതുവേ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഒന്ന് പഠിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ. അല്ല, സ്ട്രെസ് മാനേജ്മെന്റിന് നമ്മൾ അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. നമ്മളുടെ മെമ്പർമാരിൽപ്പെട്ട സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും ഇവരെല്ലാവരും അങ്ങനത്തെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും അനാവശ്യമായി ടെൻഷൻസിനെതിരെയും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ സ്ട്രെസ്സിൻ്റെ മെയിൻ കാരണം തന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ അനാവശ്യമായ സാമ്പത്തികമായ ഇടപെടലുകൾ, ഈ ക്രെഡിറ്റ് കാർഡ് പോലുള്ള സംഗതികൾ, അത് ട്രാപ്പാണ്. ഇതിലെല്ലാം കുടുങ്ങുന്നവർക്കാണ് സ്ട്രെസ് ഇതും. പിന്നെ നാട്ടിലുള്ളവർ ഇത്തരം തൊഴിലാളികളെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരെ ഒന്നും കൂടി മാനസികമായിട്ട് അവർ കെയർ ചെയ്താൽ, ചൂഷണം ചെയ്യുകയാണ് ഒരു പരിധി വരെ അവരുടെ ആ സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഉള്ളവർ ജീവിക്കാൻ കുറെയൊക്കെ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കും സമാധാനം ഉണ്ടാവും. ഈ ഇപ്പൊ കുവൈത്തിലെ ഈ സംഭവം തന്നെ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ ചാനലുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, അവരൊക്കെ സാമ്പത്തിക അവസ്ഥകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അവര് ഇപ്പം അടുത്ത് വന്നവര് 5 ദിവസം പോലും എത്തിയിട്ടില്ല ഒരു വന്നിട്ട് ഒരു യുവാവ് മരിച്ചതൊക്കെ. അപ്പൊ അവരൊക്കെ ഒരു നിലയിൽ ആവാൻ വേണ്ടി ആളുകൾ ചോദിക്കും, ഇവിടെ എല്ലാ സംവിധാനമുള്ളപ്പോൾ നിങ്ങൾ എന്തിനിപ്പോ അവിടെ പോയി കിടക്കുന്നു എന്ന് ചോദിക്കും. ഇവിടെ കിടന്ന് എന്ത് നേടാൻ, എന്താണ് നമുക്ക് നേടാനുള്ളത്? അല്ല, ഇതിപ്പോൾ ലോക കേരള സഭ കൊണ്ട് മറ്റൊരു കാര്യം എനിക്ക് മുന്നോട്ട് അഡ്വൈസ് ചെയ്യാനുള്ളത്, ഒന്നാമത് നമ്മൾ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ള ആൾക്കാരുടെ ജോബിനോടുള്ള ഒരു വിവേചനം ഉണ്ടല്ലോ. കാരണം ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ എന്ന് പറയുന്നത് നമ്മൾ വിദേശത്ത് പോയാൽ ചെയ്യും. ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു എന്തോ ഒരു സ്റ്റിഗ്മ ഉണ്ട് അവർക്ക്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം പ്രൊഫഷണൽ ആക്കണം. ഇപ്പൊ മുമ്പുണ്ടായിരുന്നു ITI പോലെയൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രൊഫഷണൽ പെയിന്റർ, പ്രൊഫഷണൽ കാർപ്പൻറ്റർ, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു തോന്നും, ഞാനൊരു സർട്ടിഫൈഡ് പെയിന്ററാണ് അല്ലെങ്കിൽ ഞാൻ സർട്ടിഫൈഡ് കാർപ്പൻറ്ററാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനുള്ള ആൾക്കാർ കിട്ടും. ഇവിടെ ചെയ്യാത്ത ജോലികളാണ് നമ്മൾ പുറത്തു പോയി ചെയ്യുന്നത് അല്ലേ. അപ്പം അത് മാറ്റിയെടുക്കുകയും ഈ ലോക കേരള സഭയിൽ ഇപ്പോൾ 103 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനും 10-40 വർഷമായിട്ട് വിദേശത്തുള്ളതാണ്. പക്ഷേ 10-25 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ കമ്പനി നടത്തുന്നുണ്ട്, ടെക്നോപാർക്കിലും അവിടെയൊക്കെ ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ വരുന്ന 103 രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഇത്രയും ആൾക്കാരിൽ പലർക്കെങ്കിലും ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് ജോലി കിട്ടും. അതെ. പിന്നെ
ഇത് ഇത് ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. ആയിട്ടില്ല. അതാവാൻ വിദേശ മലയാളികളായ വളരെ നല്ല വ്യവസായ പ്രമുഖരും നല്ല സന്മനസ്സുള്ള എം എ യൂസുഫ് അലി പോലുള്ള യൂസുഫ് അലിഖാനെ പോലുള്ള ആളുകളൊക്കെ തയ്യാറാണ്, എന്തിനും തയ്യാറാണ്. അവരൊന്നും സാമ്പത്തികം നോക്കുന്ന പോലും കാര്യങ്ങൾക്ക് പൈസ ചെലവാണ്, തിരിച്ചു കിട്ടുമെന്ന് നോക്കിയിട്ടൊന്നും പല പ്രോജക്റ്റും അങ്ങനെയാണ്. വെച്ചാൽ അത് ഒരു ഗുണപരമായിട്ട് ആളുകൾക്ക് ഗുണമാവട്ടെ എന്ന് കരുതി തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഏതൊരു അടിസ്ഥാന കാര്യത്തിലും വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തിനേയും എതിർക്കുക എന്നുള്ള ഒരു ഇതാണ്. ഞാനിപ്പം ഈ ലോക കേരള സഭ തന്നെ എന്താവട്ടെ, നമ്മൾ എല്ലാ വർഷവും കാണാം കുറേ പേര് ഇതിനെ എതിർക്കുന്നു, കുറേ പേര്. അപ്പം ഞാൻ പറയുന്നത് ഈ ലോക കേരള സഭയിൽ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയമായ കാര്യങ്ങൾ നോക്കാതെ സാമൂഹ്യ പ്രവർത്തകരെ, സാമൂഹ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നടക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരൊക്കെ കുറേ പേരെയും കൂടി ഇതിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു വിഭാഗം പിന്നെ ഇതിനെ ബോയ്ക്കോട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന് വരില്ല എന്ന് പറയുമ്പോഴോ അതൊരു രാഷ്ട്രീയമാണ്. അവിടെ അതുണ്ടാവില്ല, ആ രാഷ്ട്രീയം ഉണ്ടാവില്ല. എന്തായാലും ശരി, ഇത് പ്രവാസികളുടെ പ്രശ്നമാണ്, നമ്മൾ അതിൻ്റെ കൂടി എന്താണെന്ന് നമ്മൾ കൂടി കേൾക്കാനുള്ളൊരു എല്ലാ പ്രാവശ്യവും കേൾക്കുക. ഒരു വിഭാഗം മാറി നിൽക്കും, അതിൽ കുറച്ച് പേര് അല്ല. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരുന്നാലും മാറി മാറി വരുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യത്തിലുള്ളത്. അപ്പോൾ ഞാൻ പറയാണ്, ഈ ഒരു സിസ്റ്റം മാറി വേറൊരു സിസ്റ്റമാണ് വരുന്നതെങ്കിൽ അവരിത് സ്റ്റോപ്പ് ചെയ്യും. അതാണ് പറയുന്നത്. അന്ന് മറ്റേ ഗ്രൂപ്പ് മാറി നിൽക്കുമോ? ഇല്ല. അത് ഞാൻ പറയുന്നത്, ഇത് ഇവിടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷയം വരുമ്പോൾ, പ്രവാസികളുടെ വിഷയം വരുമ്പോൾ, ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവർ മാനസികമായിട്ട് എങ്ങനെ വളരെ സോഫ്റ്റ് മൈൻഡഡ് പീപ്പിളാണ്. എവിടെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഇവിടുന്ന് ഇപ്പൊ ഏത് എതിർപ്പുള്ള ഒരാളും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളും നമ്മൾ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ആളുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അവർ ഇനി എന്തെന്നെ തെറ്റ് പ്രവാസികൾ ചെയ്താൽ കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഒരു വിഷയം വരുമ്പോൾ അത് കേൾക്കാനും അതിനെ ഒന്നിച്ചിരുന്ന് ഒരു ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒന്നിച്ചിരുന്ന് അതിനൊരു പരിഹാരം കാണാനുള്ള ഒരു സംവിധാനം എപ്പോഴും വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലോക കേരള സഭ പരാജയമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കുറെ കാര്യങ്ങൾ വരും, ഭാവിയിൽ വരും, ഇത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് ഉദാഹരണമാണ് ഇത്. തുടങ്ങുമ്പോൾ 30-40 രാജ്യങ്ങൾ വെച്ച് തുടങ്ങിയത് പിന്നെ ഇപ്പൊ 103 ആയി എന്ന് പറഞ്ഞത് ഇത് പ്രോഗ്രസ് ചെയ്യാണല്ലോ. അതെ. ഇപ്പൊ ഒറ്റയ്ക്ക് നമ്മളോട് എന്ത് ചെയ്തു, നിങ്ങൾ അത് ചെയ്തു ചോദിച്ചാൽ, ഇപ്പൊ പേഴ്സണലി ഇന്ത്യൻ അസോസിയേഷനും മൽക്കുകയും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പേഴ്സണലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇല്ലെങ്കിലും ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതാണ് നമ്മൾ ലോക കേരള സഭയിൽ ചെയ്യുന്നത് നമ്മൾ പറയുന്നില്ല, നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇതൊന്നും ലോക കേരള സഭ മെമ്പർ ആയതുകൊണ്ടോ ലോക കേരള സഭയിലുള്ളത് കൊണ്ടോ ലോക കേരള സഭ വന്നത് കൊണ്ടോ നടക്കുന്നത് എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഇത് അവസാനിക്കില്ല. അതിൽ മലയാളിയുടെ മനസ്സ് എത്ര ഇതുണ്ടോ അത്രയും കാലം ഇതെല്ലാം നടക്കും. കാരണം ഈ പ്രോസസ്സ് ഇവിടെ കൂട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ശരിക്കും നടക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇപ്പോൾ കുവൈത്തിലെ ഈ ഇൻസിഡൻറ്റ് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മളൊക്കെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഈ കുവൈത്തിലെ ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഭരണകർത്താക്കളായാലും, ഞാൻ പറയുന്നത് രണ്ട് വിഭാഗം, ഇപ്പോൾ പ്രതിപക്ഷമായാലും ആര് ഭരിക്കുകയാണെങ്കിലും നമ്മുടെ ഈ മരുഭൂമിയിൽ പണിയെടുത്ത് അത്രയും അവരുടെ വേർപ്പും അവരുടെ അധ്വാനവും അവരുടെ മനസ്സും എല്ലാം അവിടെ കളഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ അവരവിടുന്ന് ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻറ്റിലോ ഹാർട്ട് അറ്റാക്കായിട്ടോ എങ്ങനെയോ മരിക്കട്ടെ, ആ മരിക്കുന്ന ഭൗതിക ശരീരം ഇവിടെ എത്തിക്കാനുള്ള സമയം ഇപ്പോഴും കോൺസുലേറ്റ് ഇപ്പോൾ പുതിയൊരു നിയമം നമ്മളൊക്കെ എതിർത്തതിന് പുതിയ നിയമം ഉണ്ടാക്കിയത്, നാട്ടിൽ നിന്നും അവർ പൈസ റീഇംബേഴ്സ് ചെയ്യണമെങ്കിൽ, വരുന്ന ചെലവ് റീഇംബേഴ്സ് ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്നും അവരുടെ സാമ്പത്തിക, അതായത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ
അതെല്ലാം വേണം. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഇവിടെ ഒരു വില്ലേജ് ഓഫീസർ എടുത്ത തഹസിൽദാരെടുത്ത പോയിട്ട് ഒരു പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സാമ്പത്തിക എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് വരെ ബോഡി അവിടെ ഇരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ നിയമങ്ങൾ, ഇതിപ്പോ ഇവരുടെ പ്രശ്നമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, നിയമങ്ങൾ വെച്ചിട്ട് കൊണ്ടുവരികയാണ്. ഈ ബോഡിക്ക് കൊടുക്കുന്ന പൈസ പറയാണ്. ഇപ്പൊ ICWF എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കോടിക്കണക്കിന് ദിർഹംസ് ഫണ്ട് കെടുക്കുകയാണ്. ഇത് നമുക്ക് ചെലവാക്കാനുള്ളതാണ്. അതൊന്നും ചെലവാക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു രജിസ്ട്രേഡ് സംഘടന സർട്ടിഫൈ ചെയ്യാണ് ഇത് ഇയാൾ പാവപ്പെട്ട ആളാണ്, സർട്ടിഫൈ എഗ്രി ചെയ്യണം. ഇപ്പൊ പുതിയ നിയമങ്ങൾ, അങ്ങനെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. ഇപ്പം ഈ കുവൈത്ത് ഇൻസിഡന്റിൽ മരിച്ചവർക്ക് പ്രഖ്യാപിച്ചു, 5 ലക്ഷം പ്രഖ്യാപിച്ചു, യൂസുഫ് അലിക്ക അങ്ങനെ എല്ലാം പ്രഖ്യാപിച്ചു. ഞാൻ പറയുന്നത് ഈ ഒരു സംവിധാനം അവിടെ മരിക്കുന്ന ബ്ലൂ കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ആവട്ടെ, പാവപ്പെട്ട താഴെത്തട്ടുള്ള ആളുകൾ മരിക്കുമ്പോൾ എന്തുകൊണ്ട് 5 ലക്ഷമോ 10 ലക്ഷമോ പ്രഖ്യാപിച്ചുകൂടാ? എന്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൂടാ? ഞാൻ പറയുന്നത് ഇവിടെ അയാളുടെ കാരണത്താൽ ആവട്ടെ, വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാരണത്തായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര പ്രഖ്യാപനമാണല്ലോ. ഇല്ലെങ്കിൽ പ്രതിപക്ഷം പറയും അവന് 25 ലക്ഷം കൊടുക്കണം, 15 കൊടുക്കണം, 10 കൊടുക്കണം. അപ്പൊ ഇതൊന്നും മനുഷ്യരല്ലേ? ഈ നമ്മൾ ഈ പ്രവാസികൾ, ഈ പാവപ്പെട്ടവർ മരിക്കുന്നവരൊന്നും മനുഷ്യരല്ലേ? എന്തുകൊണ്ട്? അവരുടെ കുടുംബം പോലും കഴിയുന്നത് എത്രയോ ബുദ്ധിമുട്ടിട്ടായിരിക്കും അവർ ആ ബോഡി കൊണ്ടുവരാനും. ആ ചെലവ് മാത്രമല്ല ഞാൻ പറയുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ട് ഗവൺമെന്റ് അപ്പം നോർക്ക ത്രൂ അത്ര കിട്ടും ഇത്ര, പക്ഷേ ഈ നോർക്ക ചെയ്യുന്നുണ്ട്, നോർക്ക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ നോർക്കയിലും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാ ഡോക്യുമെന്റേഷനും എല്ലാം കഴിഞ്ഞ് പിടിച്ച് കിട്ടുന്നത് എന്താണ്? ചെറിയൊരു തുകയാണ്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. ഈ പാവപ്പെട്ട പ്രവാസികൾ മരണപ്പെടുമ്പോൾ അത് ഈ പറയുന്നത് ഇപ്പൊ ഈ കുവൈത്ത് ആ ഒരു അതുണ്ടല്ലോ, അതുപോലെ അത് ഇനി സ്ഥിരമായ തീർച്ചയായിട്ടും ഈ പറഞ്ഞതൊരു നല്ലൊരു പ്രപ്പോസലാണ്. അറ്റ്ലീസ്റ്റ് ബ്ലൂ കോളർ എന്ന് പറയും, അവർ ആരായിരുന്നാലും അവർക്കുള്ള സംവിധാനം ഒരുക്കാനുള്ള ഒരു ചുമതല സർക്കാർ ഏൽക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഏൽക്കണം. ഇത് ഈ പറഞ്ഞ പോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിന്റെ ഇത് കഴിഞ്ഞ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എത്തിയിട്ട് 5 ദിവസമേ ആയി ഉള്ളെന്ന് പറഞ്ഞ ഒരാൾ മരിച്ചിരിക്കുന്നു. അദ്ദേഹം എന്തുമാത്രം കടം വാങ്ങിയിട്ടായിരിക്കും അവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത് കടം പോലും വീഴുന്ന മുമ്പ് ബോഡി കൊണ്ടുവരാൻ വീണ്ടും കടം വാങ്ങുന്ന അവസ്ഥയെന്ന് പറയുന്ന ഒരു കുടുംബത്തിന് ഉണ്ടാകുന്ന ആഘാതമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ വരുമ്പോൾ എന്തൊക്കെ നേടിക്കൊണ്ടുവരണമെന്നാണ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്? അല്ല, അംഗങ്ങൾ അവരുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം വലിയൊരു കീറാമുട്ടിയാണ്. കാരണം 12ാം ക്ലാസ് വരെ അവിടെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോകും. അപ്പോൾ അവിടെ ഉള്ള ഫാമിലികൾ, അല്ലാതെ ഉള്ള ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രവാസി സർവകലാശാല എന്ന് പറയുന്നത് ഒരു വലിയൊരു ഘടകമാണ്. അത് ഉണ്ടെങ്കിൽ ഇപ്പം എത്രയോ സർവകലാശാലയുണ്ട്, ഡീം യൂണിവേഴ്സിറ്റിയും ഡീംഡ് ടു ബിയും അതേപോലെ തന്നെ പലതുണ്ട്. അതുപോലെ ചെയ്യാവുന്നൊരു കാര്യം തന്നെ ഉള്ളത് ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അവരുടെ മക്കൾക്ക് വേണ്ടി പഠിക്കാനുള്ളൊരു സർവകലാശാല തുടങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൈസ വാങ്ങുന്നവർ വാങ്ങട്ടെ, പാവങ്ങൾക്ക് ആ രീതിയിൽ അഡ്മിഷൻ കൊടുക്കട്ടെ, അങ്ങനെ ഒരു സംവിധാനം. പിന്നെ എന്നും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ടിക്കറ്റിന്റെ വിഷയം, നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥ, ഏത് രീതിയിലും വരാൻ പറ്റാത്ത അവസ്ഥ, ഇത് കേരള ഗവൺമെന്റിന്റെ അല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെയാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് വിറ്റ് കൊടുത്തിട്ട് പ്രൈവറ്റ് പാർട്ടികളോട് അവർ പ്രോഫിറ്റ് നോക്കുള്ളൂ. പ്രൈവറ്റ് പാർട്ടി അതന്നെ കറക്റ്റ് ഓടിക്കാനുള്ള സംവിധാനം ഇല്ല. ഇതെല്ലാം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ചെറിയ ആവശ്യങ്ങളാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ചെറിയ ആവശ്യങ്ങളാണ്, വലിയ ആവശ്യങ്ങളൊന്നും അല്ല ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നും ഒരു ഓണവും ഒരു സ്കൂൾ അവധിയും അല്ലെങ്കിൽ ഒരു പെരുന്നാളോ വന്ന് ഒന്ന് നാട്ടിൽ പോകണം പറ്റില്ല. ആ സമയത്ത് അവർ വില കൂട്ടി വയ്ക്കും. ആ സമയത്ത് നമുക്ക് മുമ്പൊരു സംവിധാനം തുടങ്ങി വെച്ചാണ് കേരള എയർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ അത് പിന്നെ അത് ഞാൻ പറയുന്നത് ഈ ലോക കേരള സഭയുടെ ഈ സംവിധാനത്തിലൂടെ തന്നെ വരണമെന്നാണ്. തീർച്ചയായിട്ടും നടത്താൻ പറ്റുന്നതാണ്. ഇത്രയും ആൾക്കാരൊക്കെ
ഇതിന്റെ മെയിൻ സ്ട്രീമിൽ ഇരിക്കുന്നവരൊക്കെ അതിന് കഴിവുള്ളവരാണ്. മാത്രമല്ല ഇത്രയും പ്രതിനിധികൾ ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി ഗവൺമെന്റിന്റെ സംവിധാനത്തോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നടക്കാൻ പറ്റുന്ന ഇപ്പൊ കപ്പൽ സർവീസ് വരുന്നുണ്ട്. എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഇതിൽ അതൊന്നും പ്രാബല്യത്തിലാവും, അല്ലെങ്കിൽ ആ കപ്പൽ സർവീസിലൂടെ ആളുകൾ അവർ വരാൻ വേണ്ടി കുറെ തയ്യാറാവും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആളുകൾ എങ്ങനെയെങ്കിലും ഒരു 3 മണിക്കൂർ സംവിധാനം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത് 3 ദിവസം 7 ദിവസം എടുത്തിട്ട് കപ്പൽ സർവീസ് വരും. 1000 ദിർഹംസ് മുടക്കി കഴിഞ്ഞാൽ 250 കിലോ 300 കിലോ സാധനങ്ങൾ ഇത് വാങ്ങണ്ടേ? എവിടേക്ക് കൊണ്ടുപോകുന്നത്? കല്ലും മണ്ണും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതിന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 300 കിലോ സാധനം ഉണ്ടാവുക അവിടെ കിട്ടാത്തുള്ളത്? അവിടുന്ന് ഈ 300 കിലോ സാധനങ്ങൾ കപ്പലിൽ ആരെങ്കിലും വരുമോ? ഇതൊക്കെ വെറുതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഇവിടെ വന്നാൽ നമ്മൾ ലോറി പിടിക്കണം. ഇവിടുന്ന് എങ്ങനെ ഇവിടെ യൂണിയൻകാർക്ക് കാശ് കൊടുക്കണം, ഇവിടെ സാധനം കൊണ്ടുവന്ന് കയറ്റണം, അവിടെ ഇറക്കണം കാശ്. 300 കിലോ നമ്മൾ ചുമന്ന് കയറ്റിയാലും നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് കാശ് മേടിക്കാറ്. അപ്പൊ ഇത് ഈ കപ്പൽ സർവീസിനെ പറ്റിയിട്ട് നടന്നോട്ടെ, നടക്കുന്നില്ല. പക്ഷെ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കേരള എയർവേസ് പോലുള്ള കാര്യങ്ങൾക്ക് പിന്നെ ഇതിന്റെ മെയിൻ സ്ട്രീമിൽ ഇപ്പൊ ഇതിലൊക്കെ വ്യവസായികളും വലിയ വലിയ സാമ്പത്തിക ഇതുള്ളവർക്കൊക്കെ കഴിയുള്ളൂ. വേണ്ട, എല്ലാവരുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ ഇത് മേടിക്കട്ടെ. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിന്ന് ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ സംവിധാനം ഈ എയർലൈൻസിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഒരുമിച്ച് നടക്കുന്ന കാര്യം. ഞാൻ പറയുന്നത് എന്തിന് കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ എതിർക്കണം? എന്തിന് DGC ഇവരൊക്കെ എന്തിനു എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. എതിർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ ഫ്ലൈറ്റ് വേണമെങ്കിൽ ചാർട്ട് ചെയ്ത് പോരെ, ഇതൊക്കെയാണ് ചാർട്ട് ചെയ്ത് പോരെ. ഇന്നാ ഇത് പറ്റൂല. എന്താണ് ചാർട്ട് ചെയ്ത് വന്നിട്ട്? ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ 10 പൗണ്ട് 20 പൗണ്ടിനൊക്കെ നമുക്ക് യൂറോപ്പിൽ പോകാനുള്ള ഫ്ലൈറ്റ് കിട്ടുന്നുണ്ട്. EasyJet എന്നും മറ്റേ റയനർ എന്നൊക്കെ പറഞ്ഞ് പല പല ചീപ്പ് എയർലൈൻസ് ഉണ്ട്. അവർക്ക് അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇത്ര പൈസയിൽ ഇത് ഓടുന്നുണ്ടല്ലോ. അതേ പറഞ്ഞത് ഇല്ലേ, ഇതൊരു എന്നും ഒരു കീറാമുട്ടിയായിട്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ ലോക കേരള സഭ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള 2-3 പദ്ധതികൾ വിജയിച്ചു വന്നാൽ ഇത് ശരിക്കും അംഗീകരിക്കപ്പെടും. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനെ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് അറിയുന്നുള്ളൂ. ഇതിന്റെ ആളുകൾ ചിന്തിക്കുന്നത് അവിടെ പൈസ കൊണ്ട് ദൂർത്തടിക്കുന്നു. ഇവിടെ ഗവൺമെന്റിന്റെ പൈസ ആരാണ് നമ്മൾ ദൂർത്തടിക്കുന്നത്? ആൾക്കാര് ചെയ്യുന്ന ആ ഒരു അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. അതെന്ന് വെച്ചാൽ ഇതിന്റെ വിഷയം ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു 10 ആൾ ഇതിനെ എതിർക്കും. എന്തുകൊണ്ട് ഞാൻ ഇല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെയാണ് കൂടുതൽ എതിർപ്പുകൾ വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെ ഈ കാലാകാലങ്ങളിൽ ബോയ്ക്കോട്ട് ചെയ്യുന്നവരെയും അങ്ങനെയുള്ള ആളുകളൊക്കെ മാക്സിമം കുറച്ചിട്ട് ഈ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ, പാവങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അവരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ പ്രതിനിധികളാക്കണം. അതാണ് ശരിക്കും ഈ രാഷ്ട്രീയ ഭേദമന്യേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് വേണ്ടത്. അല്ലാതെ ഇതിന് വെറുതെ ഇങ്ങനെ രജനീകാന്തം എതിർത്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും ചെയ്യാനുള്ള ഇതിലെ മുഖ്യ ധാരയിൽ നിൽക്കുന്ന വ്യവസായികളും അവരെ മനസ്സ് പഠിപ്പിക്കുക. അവർക്ക് അതിനോടുള്ള ആ ഒരു ഇഷ്ടം പോവാണ്. കാരണം ഇത് പ്രവാസികളുടെ വിഷയം ആയതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നുള്ളതാണ് ഈ സംവിധാനം. ഞാൻ ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഗവൺമെന്റിന് അങ്ങനെ ഒരു ബുദ്ധി അവർ ചെയ്തിട്ടില്ലോ. അവർ ചെയ്തില്ല. 103 രാജ്യങ്ങളിലെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സംവിധാനം ഉണ്ടാക്കി അത്രയും ചെയ്തല്ലോ. ഇതിപ്പോ ഈ 103 രാജ്യങ്ങളിലുള്ള ആൾക്കാരെ വോട്ടല്ലല്ലോ അവർ നോക്കിയുള്ളത്. അവരൊക്കെ വോട്ടുണ്ടോ? അപ്പൊ അത് പ്രവാസികളുടെ ഒരു മനസ്സുള്ളവർ ചെയ്താണ്. ഇത് അടുത്ത ഭരണം ആരാ വരണം എന്നറിയില്ല. അവരും ചെയ്യും, അവരും ആവർത്തിക്കും. അവർക്ക് ഇഷ്ടം തന്നെ പ്രവാസികളെ. പക്ഷെ ഒരു ഭാഗം ചെയ്യുമ്പോൾ മറ്റവരെ എതിർക്കുക, ഇവര് ചെയ്യുമ്പോൾ അതിന് എതിർക്കാതെ ഇതിന് അത് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് പ്രവാസികൾക്ക് അത്രയെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് എല്ലാവരും കാണിക്കും. ഏതായാലും ഉമൽ ഖയാമെന്ന് ഇന്ത്യൻ അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഇത്രയും വിശദീകരിച്ചു തന്നതിന് എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും താങ്കൾക്ക് നന്ദി പറഞ്ഞോളെ. താങ്ക് യു. ഞാനും നിങ്ങളുടെ ഈ പറഞ്ഞ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പം ഈ ഓരോ പ്രാവശ്യമുള്ള ചേഞ്ചസ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ
കഴിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഇന്റർവ്യൂ തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മ എനിക്ക് വന്നു. പക്ഷെ അത് സത്യത്തിൽ ആളുകളുടെ ഇടയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഒക്കെ ആളുകളുടെ ഇടയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും നമ്മുടെ പ്രവാസികളോട് പറയാനുള്ളത്, ഇപ്പം നടന്ന ഈ കുവൈത്ത് ഇൻസിഡന്റ്, അത് അങ്ങേയറ്റം ആ കുടുംബങ്ങൾക്ക് അത് സഹിക്കാനുള്ള ശക്തിയും ശേഷിയും ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ, അവരുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ. പക്ഷെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് പാഠങ്ങൾ നമ്മൾ കുറെ പഠിക്കാനുണ്ട്. ഈ എംപ്ലോയേഴ്സ് കൂടുതൽ നമ്മളാളുകളല്ല, ഈ എംപ്ലോയേഴ്സാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവര് ഈ 6 ആളുകളുടെ അടുത്ത് 12 ആളെയും 18 ആളെയും ഒക്കെ അഴിച്ച് ഏൽപ്പിച്ച് എല്ലായിടത്തും ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവർക്ക് ഈ രാത്രികളിൽ വന്നിട്ടൊന്നും എല്ലാവരും ചെയ്യില്ല. അപ്പൊ രാത്രികളിൽ ഇവിടെ കയറി എടുക്കാൻ പറയും. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരെല്ലാം സംഭവിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ച് എല്ലാത്തിനും അവരങ്ങ് അഡ്ജസ്റ്റ് ആയി പോവാണ്. അപ്പൊ അത് ആ ഒരു ആളുകളെ, ഈ പാവപ്പെട്ട പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന അങ്ങനെയുള്ള എംപ്ലോയേഴ്സും വളരെയധികം ഇനിയെങ്കിലും ഈ ഒരു ദുരന്തത്തിൽ നിന്ന് പാഠം പഠിക്കണം എന്ന് മാത്രം എനിക്ക് ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പ്രവാസി മലയാളികളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച ഇതേ വിഷയവുമായി കാണും വരെ നന്ദി, നമസ്കാരം.